പ്രശാന്തയുടെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ്. പക്ഷേ ഈ ദൈവത്തിന്റെ സ്വന്തം നാടിൽ വന്ദേമാതരം വിളിച്ചാൽ കേസ് വരുമോ? അങ്ങനെയാണ് ചില സംഭവങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും വളരെ ഞെട്ടിക്കുന്ന അങ്ങേയറ്റം എന്താ പറയണ്ടേ ദാരുണമായ ഒരു സംഭവമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ജാനുവരി 18-ാം തീയതി കോട്ടയത്ത് നിന്ന് കണ്ണൂരിലേക്ക് യാത്ര ചെയ്ത ഒരു ബ്രിട്ടീഷ് പൗരൻ, അദ്ദേഹം സത്യത്തിൽ ഒരു ഇന്ത്യൻ വംശജനാണ്, മലയാളിയാണ്. ജനിച്ചതും വളർന്നതുമൊക്കെ ഡൽഹിയിലാണ് ജനിച്ചത്, വളർന്നത് ഉത്തരേന്ത്യയിലാണ് കൂടുതലും. അദ്ദേഹത്തിന് നേരിട്ട ദുരനുഭവം ആണ് നമ്മളെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നത്. അദ്ദേഹം കഷ്ടകാലത്തിന് വന്ദേ മാതരം ഒക്കെ പറഞ്ഞുപോയി, അങ്ങനെ വിളിച്ചുപോയി. ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം എന്നിങ്ങനെയൊക്കെ വിളിച്ചത് അത് വലിയ കുറ്റമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആനന്ദ് മാത്യു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു മധ്യവയസ്കനാണ്, ഏതാണ്ട് 50-52 വയസ്സൊക്കെ പ്രായം വരുന്ന ഒരാളാണ്. അദ്ദേഹം ഈ കോട്ടയത്തുനിന്ന് കണ്ണൂരിലേക്ക് അന്ന് ജനുവരി 18-ാം തീയതി വന്ദേ ഭാരതിൽ ബുക്ക് ചെയ്ത് യാത്ര ചെയ്യുകയാണ്. കോട്ടയത്തുനിന്ന് അദ്ദേഹം കയറുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? ഈ പാൻട്രിയിലുള്ള 3 പേരെ അദ്ദേഹം ആ ട്രെയിനിൻ്റെ അടുത്ത് വെച്ച് തന്നെ പരിചയപ്പെട്ട്, അവർ 3 പേര് UP-ക്കാരാണ്. അപ്പോൾ ആ UP-ക്കാരുടെ കൂടെ നിന്ന് അവർ നന്നായിട്ട് ഹിന്ദി സംസാരിക്കും, ഇദ്ദേഹവും നന്നായിട്ട് ഹിന്ദി സംസാരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാർ തമ്മിൽ കണ്ടപ്പോൾ പരിചയപ്പെട്ട് അവരോട് ചില വിവരങ്ങളൊക്കെ പങ്കുവെച്ച് വളരെ പെട്ടെന്ന് അവിടെ നിന്ന് അദ്ദേഹം ആ 3 പേരുമായിട്ട് ചേർന്ന് സെൽഫി എടുക്കുകയാണ്. സെൽഫി എടുത്തിട്ട് അദ്ദേഹം ഈ ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, ഒരു വരി പറഞ്ഞു. വന്ദേ ഭാരതിന് കല്ലെറിഞ്ഞവരെല്ലാം ഇപ്പോൾ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുകയാണല്ലോ എന്ന് അദ്ദേഹം ഒരു പൊതുവായ ഒരു കാര്യം പറഞ്ഞു. കാരണം കേരളത്തിൽ പലയിടത്തും വന്ദേ ഭാരതിന് നേരെ കല്ലേറ് നടന്നിട്ടുണ്ട്, നമുക്കറിയാം, അത് വാർത്തയായതാണ്. അതിനെ സംബന്ധിച്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ചിലരൊക്കെ പിടിയിലായിട്ടുണ്ട്. പിടിയിലായവരാരൊക്കെയാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് അദ്ദേഹം വളരെ ഇതായിട്ട് മൊത്തത്തിൽ കേരളം ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് എതിര് നിൽക്കുന്നു, അല്ലെങ്കിൽ വികസന നയത്തിനെതിരെ നിൽക്കുന്നു എന്നുള്ളൊരു രാഷ്ട്രീയ ആംഗിളിലായിരിക്കും, ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോടെ ആയിരിക്കും അദ്ദേഹം അത് പറഞ്ഞത്. എന്തായാലും അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് സത്യമാണ്. ഈ വന്ദേ ഭാരതിന് കല്ലെറിഞ്ഞവർ ഇന്ന് വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്നുണ്ടല്ലോ, യാത്ര ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, അതൊരു വലിയ കാര്യം തന്നെ എന്ന മട്ടിൽ പറഞ്ഞു. ഇദ്ദേഹം ട്രെയിനിനകത്ത് കയറി. ഇതിൻ്റെ എല്ലാം കൃത്യമായ CCTV ദൃശ്യങ്ങളുണ്ട്. ഇദ്ദേഹം ട്രെയിനിനുള്ളിൽ വെച്ച് പെരുമാറുന്നതും ട്രെയിനിന് പുറത്തു വെച്ച് പെരുമാറിയതും ഒക്കെ വളരെ കൃത്യമാണ്. അപ്പോൾ ഇദ്ദേഹം ട്രെയിനിനകത്ത് കയറി. ഇദ്ദേഹത്തിന് ശരിക്കും 18-ാമത്തെ കോച്ചിലാണ് ഇദ്ദേഹത്തിൻ്റെ സീറ്റ്, 24-ാമത്തെ നമ്പർ സീറ്റാണ് ഇദ്ദേഹത്തിനുള്ളത്. പക്ഷെ അദ്ദേഹം കയറിയത് 16-ാമത്തെ കോച്ചിലായിരുന്നു. അവിടെ അദ്ദേഹം ഇരുന്നു. ആ സീറ്റിൽ ഇരിക്കുന്ന അവസരത്തിൽ 2 ഐറിഷ് പൗരന്മാർ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നു. അപ്പോൾ അവരുമായിട്ട് അദ്ദേഹം കുറേ നേരം സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ TT വന്നു. ഇദ്ദേഹത്തിൻ്റെ ID എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, അങ്ങയുടെ സീറ്റ് ഇതല്ല, 18-ാമത്തെ കോച്ചിലാണ്, ദയവ് ചെയ്ത് അങ്ങോട്ടേക്ക് പോകണം എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഉടനെ തന്നെ തൻ്റെ പെട്ടിയൊക്കെ എടുത്ത് നേരെ 18-ാമത്തെ കോച്ചിൽ പോയി അവിടെ ഇരുന്നു. ഒരു അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു സഹ പോലീസുകാരനും, എനിക്ക് തോന്നുന്നു ഒരു SI-യും ഒരു CPO-യുമാണ് വന്നതെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് വിവരങ്ങളൊക്കെ ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ ID പ്രൂഫ് എല്ലാം വാങ്ങിച്ച് നോക്കി. അപ്പോൾ ഇതെല്ലാം കൊടുത്ത് അവരതെല്ലാം നോക്കിയതിന് ശേഷം ഇപ്പോൾ വണ്ടി ഏതാണ്ട് എറണാകുളം എത്താറായി. ഇവർ പറഞ്ഞു, താങ്കൾക്കെതിരെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ചു, അയ്യോ, ഞാൻ എന്ത് കുറ്റം ചെയ്തു? താങ്കൾ ഇങ്ങനെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വിധത്തിൽ സംസാരിച്ചു, അതാണ് താങ്കൾ ചെയ്ത കുറ്റം. അത് താങ്കൾക്കെതിരെ റിട്ടൺ കംപ്ലൈൻറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് താങ്കൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടി വരും. അദ്ദേഹം പറഞ്ഞു, അയ്യോ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇനി ആർക്കെങ്കിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് മാപ്പ് ചോദിക്കുക. എൻ്റെ വാക്കുകൾ അവർ കേട്ടിട്ട് ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ആരോടും പറഞ്ഞതല്ല. ഈ പാൻട്രിയിലെ ഈ 3 ആൾക്കാരോട്, ഈ 3 ഹിന്ദിക്കാരോടാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൻ്റെ എല്ലാം CCTV ദൃശ്യങ്ങളും ലഭ്യമാണ്. ട്രെയിനിനുള്ളിലും ഒക്കെ CCTV ഉണ്ട്, വന്ദേ ഭാരതിൽ നമുക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ അവരോട് മാപ്പ് പറയാം. ഞാൻ അവരെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ വാക്കുകൾ അവരെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാം എന്ന് അദ്ദേഹം പറയുകയും ഈ പരാതിക്കാരനെ പോലീസ് വിളിച്ചു വരുത്തുകയും ചെയ്തു. പരാതിക്കാരൻ ഏതാണ്ട് ഒരു 20-21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. വന്ന് അദ്ദേഹത്തിൻ്റെ പേരോ ഊരോ ഒന്നും ഈ മനുഷ്യൻ അറിയില്ല, ആനന്ദ് മാത്യുവിന് അറിയില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അച്ഛനാകാൻ പ്രായമുള്ള ഒരാളാണ്, എൻ്റെ വാക്കുകൾ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ, വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ഞാനൊരു ഇന്ത്യൻ പൗരനല്ല, എനിക്ക് മലയാളം അറിയാവുന്നേ ഉള്ളൂ,
ഞാൻ ബ്രിട്ടീഷ് പൗരനാണ്, 25 വർഷമായിട്ട് ബ്രിട്ടനിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന ആളാണ്, ഒരു നഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം അവരോട് മാപ്പ് പറഞ്ഞു. പക്ഷേ ആ പരാതിക്കാരൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. തൻ്റെ പരാതിയിൽ ഉറച്ചു നിന്നു. ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കണം, അതും ഈ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള കുറ്റം ചാർത്തി ജാമ്യമില്ലാത്ത വകുപ്പിട്ട് കേസെടുക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിന്നു. അങ്ങനെ വണ്ടി എറണാകുളം കഴിഞ്ഞു. അപ്പോൾ ഒരു DYSPയും തൊട്ട് താഴെയുള്ള ഒരു സർക്കിളും ഒക്കെ ആയിട്ട് വണ്ടിക്കകത്ത് വന്നു. അവർ ട്രെയിനിനുള്ളിൽ വന്നിട്ട് ഇദ്ദേഹത്തിനോട് സംസാരിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, അവർ പരാതിക്കാരൻ പരാതി പിൻവലിച്ച് റിട്ടേൺ കംപ്ലൈൻറ്റ് തന്നു കഴിഞ്ഞു, ഈ പരാതി പിൻവലിച്ച് കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങളിതിവിടെ നിങ്ങൾ മാപ്പ് പറഞ്ഞാൽ തീരുന്ന വിഷയമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മാപ്പ് പറഞ്ഞു, ഇനിയും പറയാം, എത്ര തവണ വേണമെങ്കിലും ഞാൻ പറയാം, കാരണം ഒരാളിനെ വിഷമിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഉദ്ദേശമല്ല. ഏതെങ്കിലും തരത്തിൽ എൻ്റെ വാക്കുകൾ അവർക്കൊരു ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാം. പക്ഷേ ഈ പരാതിക്കാരൻ ഒരു വിധത്തിലും വഴങ്ങിയില്ല. അങ്ങനെ 9:30 മണിയോടുകൂടി വണ്ടി തൃശ്ശൂർ എത്തിയപ്പോൾ ഇദ്ദേഹത്തെ ട്രെയിനിൽ നിന്ന് പുറത്തിറക്കി റെയിൽവേ പോലീസിൻ്റെ 8 പോസ്റ്റിലേക്ക് കൊണ്ടുപോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറയാൻ നമ്മൾ വിട്ടുപോയി. അദ്ദേഹം ഈ ആനന്ദ് മാത്യു എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു. ഒരു റിട്ടയേർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ മകനാണ് ആനന്ദ് മാത്യു. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം വളരെ ചെറുപ്പം തൊട്ടേ പട്ടാളവും ഈ സൈനിക ബന്ധത്തിലും ഒക്കെ വളർന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു വികാരം എപ്പോഴും ഉണ്ടാകും. അദ്ദേഹം അതുകൊണ്ടാണ് ഈ ഭാരത് മാതാ കി ജയും വന്ദേ മാതരവും ഒക്കെ വിളിച്ചത്. ഒരു മുൻ സൈനികൻ്റെ മകനാണ്. അപ്പോൾ ആ സംസ്കാരം അദ്ദേഹം കാണിക്കാതിരിക്കില്ല. അതുകൊണ്ട് മാത്രമല്ല അദ്ദേഹത്തെ വേണമെങ്കിൽ എതിർത്ത് ചോദിക്കാമല്ലോ. അങ്ങനെയായിരിക്കും എതിർക്കുന്നവർ ചോദിക്കുന്നത്, ഈ എന്തിനാണ് ട്രെയിനിൻ്റെ ഉള്ളിൽ വന്ദേ മാതരം വിളിച്ചെന്ന് ചോദ്യം ഉയരാലോ. അതൊരു വന്ദേ മാതരം വിളിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ ആനന്ദ് മാത്യുവും ചോദിച്ചതാണ്, അങ്ങനെ വന്ദേ മാതരം ഈ നാട്ടിൽ ബാൻ ചെയ്തിരിക്കുകയാണോ, അത് വിളിക്കാൻ പാടില്ല? നമുക്ക് തന്നെ അറിയാവുന്നതാണ്, ഈ തിയേറ്ററുകളിൽ ദേശീയഗാനം അതിനെതിരെ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും സംഘടിപ്പിച്ച ഒരു സ്ഥലമാണ് കേരളത്തിൽ. അപ്പൊ കേരളത്തിന് പുത്തരിയല്ല. പക്ഷെ ആനന്ദ് മാത്യുവിന് ഇത് പുത്തരിയാണ്. അദ്ദേഹം ലണ്ടനിൽ ജീവിക്കുന്ന ആളാണ്. നാട്ടിലൊന്ന് വന്ന് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയൊക്കെ ഇപ്പൊ കോട്ടയത്ത് സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർ വളരെ വൃദ്ധരായി, അവർ റിട്ടയർ ഒക്കെ ചെയ്തു, വൃദ്ധരായി, അവർ നാട്ടിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു. അവരെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകാനാണ് അദ്ദേഹം വന്നത്. അപ്പോൾ അതിനിടയ്ക്ക് കണ്ണൂർ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് പോകാനാണ് അദ്ദേഹം വന്ദേ ഭാരതിൽ ബുക്ക് ചെയ്ത് കയറിയത്. അത് അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചത്. ഇവർ അവിടെ കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തിനെ ഈ 8 പോസ്റ്റിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ പെട്ടി തുറന്ന് ബലമായിട്ട് രേഖകൾ എടുക്കാൻ ശ്രമിച്ചു. അത് അദ്ദേഹം തടഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അത് പറ്റില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള രേഖകൾ എന്താണെന്ന് ചോദിക്കും, ഞാനത് തരാം, എനിക്ക് തരുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ പാസ്പോർട്ടും മറ്റ് വിസയും മറ്റു കാര്യങ്ങളും എല്ലാം അദ്ദേഹം കൊടുത്തു. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നു. അതെല്ലാം അദ്ദേഹം കാണിച്ചു കൊടുത്തു. അത് പോലീസ് അതെല്ലാം പരിശോധിച്ച് ഏതാണ്ട് 11 മണിയോടുകൂടി ഈ കാര്യങ്ങളെല്ലാം ക്ലിയറായി. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇനി കോടതിയിൽ പോകണം, അതിനു മുമ്പ് മെഡിക്കൽ എടുക്കണം, അപ്പോൾ 3 മണിക്ക് പോകാം, നിങ്ങൾ പിന്നെ ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്യണം, സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു, ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്തു. വക്കീൽ 2 ജാമ്യക്കാരെയും കൂട്ടിയൊക്കെ വന്നു. ഈ കേസിൻ്റെ ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ 2 ജാമ്യക്കാരെയും കൂട്ടി വന്നു. എന്നിട്ട് ഇദ്ദേഹത്തിന് 3 മണി എന്ന് പറഞ്ഞിട്ട് 4 മണിയായപ്പോഴാണ് ഇദ്ദേഹത്തിനെ കൊണ്ട് മെഡിക്കൽ പരിശോധനയ്ക്കായിട്ട് തൃശ്ശൂർ സർക്കാർ ആശുപത്രിയിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് മെഡിക്കൽ എടുക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു മാസ്ക് തരണം, ഒരു ആശുപത്രിയിലേക്ക് പോവുകയാണല്ലോ, മാസ്ക് തരണം എന്ന് പറഞ്ഞു. മാസ്ക് കൊടുത്തില്ല. പോലീസ് അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ BP വളരെ കൂടുതലാണെന്ന് ഡോക്ടർ പരിശോധിച്ച് മനസ്സിലാക്കി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യണം, വിടാൻ പറ്റില്ല. അതും പോലീസ് സമ്മതിച്ചില്ല. അല്ല, ഞങ്ങൾ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയേ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, എനിക്ക് പൊതുവേ എൻ്റെ BP ശകലം കൂടുതലാണ്, എനിക്ക് ഇന്ന രോഗങ്ങളുണ്ട്, ഞാൻ അതിന് ഇന്ന മരുന്നുകൾ കഴിക്കുന്നു, അതുകൊണ്ട് BP ഒക്കെ ശകലം കൂടി നിൽക്കും, അതൊരു ബുദ്ധിമുട്ടല്ല എന്ന് അദ്ദേഹം ഡോക്ടറോട് പറയുന്നുണ്ട്. എന്തായാലും പോലീസ് അവിടെ നിന്നും അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് നേരെ വൈകിട്ട് 6 മണിയായപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവിടെ വക്കീലുണ്ടായിരുന്നു, ഈ ജാമ്യക്കാരുണ്ടായിരുന്നു. മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. അദ്ദേഹം പുറത്തിറങ്ങി തിരിച്ചു വന്ന് രാത്രി ഏതാണ്ട് 8-8:30 മണിക്കാണ് പിന്നെ തൃശ്ശൂരിൽ നിന്ന് KSRTC ബസ്സേ ഉള്ളൂ. അദ്ദേഹം ഒരു ബസ്സിൽ കയറി കണ്ണൂരേക്ക് പോയി. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ വളരെ തെറ്റായ രീതിയിലാണ് ഈ വാർത്ത കൊടുത്തത് എന്ന് അദ്ദേഹം പരാതിപ്പെടുന്നു. മാധ്യമങ്ങൾ ഒരു പക്ഷം മാത്രം ഇദ്ദേഹം എന്തോ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വിധത്തിൽ സംസാരിച്ചു, അങ്ങനെ ചില പരാമർശങ്ങൾ നടത്തി എന്ന് പറഞ്ഞാണ് വാർത്ത കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ കൗണ്ടർ കേസ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എല്ലാ തെളിവുകളുണ്ട്. അദ്ദേഹം ഈ സംസാരിച്ചതെല്ലാം ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് മൊബൈലിൽ. കാരണം ഈ സെൽഫി എടുത്തതും ആ പറഞ്ഞ കാര്യങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമത്തിൽ ഫേസ്ബുക്ക് അടക്കമുള്ള സാധനങ്ങളിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പോൾ അതിനകത്ത് എല്ലാ തെളിവുകളും കൃത്യമാണ്.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഈ തെളിവുകൾ വെച്ച് എനിക്ക് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ വിശ്വാസമുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് അദ്ദേഹം ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറെ കോൺടാക്ട് ചെയ്തു, അതുപോലെ ലണ്ടനിൽ വിളിച്ചു. അവിടുന്ന് അവർ അദ്ദേഹത്തിനോട് നിർദ്ദേശങ്ങൾ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഈ അപ്പോളജൈസ് ചെയ്ത, അതായത് മാപ്പ് പറഞ്ഞ ആ കാര്യത്തെ അവർ വളരെ അപ്രീഷിയേറ്റ് ചെയ്തു, അഭിനന്ദിച്ചു, ഒക്കെ നടന്നു ഇതിനിടയ്ക്ക്. അപ്പോൾ അദ്ദേഹം എന്തായാലും ഇപ്പോൾ കൗണ്ടർ കേസ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ വന്ദേ ഭാരത് വിളിക്കുന്നത്, വന്ദേ മാതരം വിളിക്കുന്നത്, ഭാരത് മാതാ കി ജയ് വിളിക്കുന്നത് ഒക്കെ ഇന്ത്യയിൽ വലിയ കുറ്റമാണോ, അതെനിക്കൊന്ന് അറിയണം, അതുകൊണ്ട് ഞാനിത് ഏതറ്റം വരെയും പോകും എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ ശക്തമായ നിലപാടെടുത്ത് ഉറച്ചു നിൽക്കുകയാണ്. കൗണ്ടർ കേസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് നമ്മുടെ മാധ്യമങ്ങൾ വളരെ ഏകപക്ഷീയമായി റിപ്പോർട്ട് ചെയ്ത് കളഞ്ഞു എന്നുള്ളൊരു വിഷമം അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോയും മറ്റുമൊക്കെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള വീഡിയോയും മറ്റുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളത്തിന് വലിയ നാണക്കേടാണ്. കുറഞ്ഞ പക്ഷം ലണ്ടനിൽ നിന്നെങ്കിലും വിനോദസഞ്ചാരികളുടെ വരവിനെ ഇത് ബാധിക്കും എന്ന് തിരിച്ചറിഞ്ഞുകൂടാത്ത മണ്ടന്മാരും അറിവില്ലാത്തവരുമാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു മനുഷ്യൻ എന്തോ ഒരു കാര്യം പറഞ്ഞു, അത് അവരെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, അവരെ ആരെയും ചൂണ്ടി പറഞ്ഞതല്ല, അവരുടെ മുഖത്തു നോക്കി പറഞ്ഞതല്ല, ഒന്നുമല്ല. അതിനെ വലിയ രീതിയിൽ അതെടുത്തുകൊണ്ട് ഒരു മനുഷ്യനെ ഹരാസ് ചെയ്യാൻ, അദ്ദേഹത്തിനെ മാനസികമായി പീഡിപ്പിക്കാൻ ഒക്കെ ശ്രമിച്ചിരിക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിച്ചതല്ല. കേരളത്തിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളുടെ വരവിനെ ഇത് ബാധിക്കും എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. പോലീസ് വളരെ നിർദാക്ഷിണ്യം പെരുമാറിക്കളഞ്ഞു. ഒരു ബ്രിട്ടീഷ് പൗരനാണെന്നുള്ള പരിഗണന അദ്ദേഹത്തിന് കൊടുത്തില്ല. നമ്മുടെ ഒരു അതിഥിയാണ്. ഇടക്കാലത്തും ജമ്മു കാശ്മീർ, ഇടുക്കിയിൽ എവിടെയോ ഇത്തരത്തിൽ ഇസ്രയേലി സ്വദേശികളെ അപമാനിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അത് പക്ഷെ അന്ന് തന്നെ അവിടെയുള്ള ചുറ്റുപാടുമുള്ള മലയാളികളും മറ്റുള്ളവരും പോലീസ് ഒളിപ്പിച്ചു വെക്കാനാണ് ശ്രമിച്ചത്. അതെ, പോലീസ് അതിനെല്ലാം മറച്ചു വെക്കാനാണ് ശ്രമിച്ചത്. ഇവിടെയും അതുപോലെ. എന്നാൽ ഇവിടെ നേരെ തിരിച്ച് ഈ ആനന്ദ് മാത്യുവിനെതിരെ വലിയ കുഴപ്പങ്ങളുള്ള വകുപ്പൊക്കെ ഇട്ടാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ പോലീസും വളരെ ബയാസ്ഡായിട്ട് പെരുമാറി എന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. എന്തായാലും തുടർ നടപടികളിലേക്ക് ആനന്ദ് മാത്യു പോയിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക. കാത്തിരുന്ന് കാണുകയേ നിവൃത്തിയുള്ളൂ ഇക്കാര്യത്തിൽ. എന്തായാലും ഇത് കേരളത്തിൻ്റെ ആതിഥ്യ മര്യാദയ്ക്ക് ഒട്ടും യോജിച്ചതല്ല ഈ കാര്യം എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ.